ബേസിക്കലി സ്കലോണി, അതായത് അർജന്റീനയുടെ റീസെന്റ് വേൾഡ് കപ്പ് വിന്നിംഗ് മാനേജർ എന്നീ ലിയണൽ സ്കലോണി പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് nowadays players are losing dribbling skills as they are always told to pass after getting the ball. Basically I think സ്കലോണി പറഞ്ഞ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇപ്പോഴുള്ള ഒരു കോച്ചിങ് സിസ്റ്റത്തിനെ മൊത്തം കുത്തിയിട്ടാണ് അയാൾ പറയാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോഴുള്ള കോച്ചസും ഇപ്പോഴുള്ള ഫോർമേഷൻസും ടാക്ടിക്കൽ ആയിട്ടുള്ള ഫുട്ബോളിന്റെ നേച്ചർ തന്നെ കൂടുതലും പാസിങ്ങിനോട്ടാണ്. അല്ലാണ്ട് ഇൻഡിവിജ്വലി പ്ലെയേഴ്സ് അവരുടെ ഒരു ബ്രില്യൻസ്, അതായത് അവരുടെ ഒരു സ്കിൽസോ ഡ്രിബ്ലിങ്ങോ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഗെയിം അല്ല ഇപ്പൊ കൂടുതൽ കണ്ടുവരുന്നത്. കാരണം കോച്ചസ് തന്നെ പറയുന്ന പ്ലെയേഴ്സിനോട്, ചെറിയ പ്ലെയേഴ്സ്, അതായത് ഇവര് ഈ അക്കാഡമിയിൽ വളർന്നു വരുന്ന ഒരു ടൈം തൊട്ട് തന്നെ പറയുന്ന ഒരു ഇതാണ്, ഈ പുതിയ ജനറേഷനിൽ കാണുന്ന ഒരു ട്രെൻഡാണത്. അപ്പോ അത് വളരെ, എനിക്ക് ഓൾമോസ്റ്റ് 100% അതൊരു ഫാക്ട് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബട്ട് വാട്ട് ആർ യുവർ തോട്ട്സ്? ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഓക്കെ, പാസിംഗ് ടാക്ടിക്സ് അതൊക്കെ ഓക്കെ, പക്ഷെങ്കിൽ എല്ലാ ടാക്ടിക്സിനും എതിരായിട്ട് ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ടാക്ടിക്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ പാസിംഗ് ആണ്, പാസ് ലൈൻ കട്ട് ചെയ്യുന്ന ഒരു ടാക്ടിക്സ് ഉണ്ടാവും. അപ്പൊ എപ്പോഴും പാസിംഗ് തന്നെ വർക്ക് ആവണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഓപ്ഷൻസ്, അതായത് ബാക്കി സ്കിൽസിനും കൂടി ഡിപ്പെൻഡ് ചെയ്യണം. അതായത് കംപ്ലീറ്റ്ലി ആ ഇതിലല്ലെങ്കിലും കുറച്ചെങ്കിലും പ്ലെയറിന് കുറച്ചൊരു ഡ്രിബിളിംഗ് സ്കിൽസ് ഉണ്ടാവണം എന്നുള്ളത് ഒരു മാൻഡേറ്ററി അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണൽ. കാരണം ഇപ്പോ ഉള്ള ഈ ജനറേഷനിലുള്ള ഡ്രിബിളിംഗ് ക്വാളിറ്റി ഉള്ള ഇപ്പൊ നെയ്മർ, മെസ്സി അവരെ ഡ്രിബിളിംഗ് ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സ് വളരെ കുറവാണ്. ആ ഒരു സ്കിൽസ് ഇപ്പം ആ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഇപ്പൊ ഹസാർഡിന്റെ ഒരു ഇതുണ്ടായിരുന്നു, കൂട്ടുണ്ടായിരുന്നു. അതിപ്പോ 3-4 ടാപ്പിൻ ഗോൾസ് ചെയ്യുമ്പോൾ തന്നെ പ്ലെയേഴ്സ് ഒക്കെ ഭയങ്കര ആ ഒരു ഹൈപ്പ് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷെങ്കിൽ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പീപ്പിളിന് ആ ഒരു ഹാർട്ടിൽ നിന്ന് ഒരു ഇത് ഇമോഷൻസ് കണക്ഷൻ വരാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ മെസ്സി, നെയ്മർ അവർക്കൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഇത് അവർക്ക് കിട്ടില്ല. കാരണം അവർക്ക് എന്ന് വെച്ചാൽ പ്യുവർ മാജിക്കൽ ആണ് ഫുട്ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്രിബിളിംഗ് സ്കിൽസ്. അപ്പൊ ആ ഒരു കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. പാസിംഗ് ഓക്കെയോ, പാസിംഗ് ഗെയിം അടിപൊളി തന്നെയാണ്. പക്ഷെങ്കിൽ ആ ഒരു ഡ്രിബിളിംഗ് ഒറ്റക്കുള്ള സ്കിൽസും കൂടി ഇതിനോട് കമ്പൈൻഡ് ആകുമ്പോൾ കുറച്ചും കൂടി അടിപൊളി ആവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു രീതിയിൽ സ്കലോണി പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു. കാരണം നമ്മളിപ്പോ 18 വയസ്സൊക്കെ കഴിഞ്ഞ് ഓക്കെ കംപ്ലീറ്റ് ടീമിലൊക്കെ എത്തുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ. അല്ലാണ്ട് അക്കാഡമിയില് തന്നെ ഇങ്ങനെ ഫസ്റ്റ് തന്നെ പാസ് ചെയ്ത് കളിക്കുമ്പോൾ ഇൻഡിവിജ്വൽ സ്കിൽ ഡെവലപ്മെന്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ടിൻഡു പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. ഇപ്പോ എന്താ പറയാ, ഇപ്പൊ നല്ലോണം ഇപ്പൊ 2-3 പേര് ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്ന, കോൺഫിഡന്റ് ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് വളരെ കുറവാണ്. ഡ്രിബിളിംഗ് ക്വാളിറ്റി ആയാലും പ്ലേയേഴ്സിന്റെ നമ്പർ ആയാലും കുറവാണ്. സോ അതെന്ന് വെച്ചാൽ സ്കലോണി പറയണത് നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, ആള് പറഞ്ഞത് ഇപ്പൊ ഫുട്ബോളിൽ ഓവർ അനലൈസും സ്ട്രാറ്റജിയും കാരണം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ടീമിന്റെ ഒരു സ്ട്രാറ്റജിയും പ്ലേ മേക്കിംഗ് കാരണം ആ ഒരു ടീമിൽ ഒരു ആൾക്ക് ബോൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ എന്താ ചെയ്യാൻ പോണെന്ന് എതിർ ടീമിലെ ആൾക്കാർക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. സോ അവിടെ ഇറ്റ്സ് ലൈക്ക് പ്ലേയേഴ്സ് ആർ കൺട്രോൾ ബൈ റിമോട്ട്സ് എന്നാണ് പ്രെഡിക്റ്റബിലിറ്റി വരുന്നതാണ്. അവിടെ എനിക്ക് തോന്നുന്നത് ഒരു മാനേജേഴ്സ് പെർസ്പെക്റ്റീവില് ടീമിന് ഗോൾ അടിക്കുക, ടീം വിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സ്ട്രാറ്റജീസ് എന്തായാലും ടൈം കഴിയുന്തോറും ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. സ്ട്രാറ്റജീസ് മാറാം, അല്ലെങ്കിൽ പുതിയ സ്ട്രാറ്റജീസോ പ്ലേ മേക്കിങ്ങോ വരാം, അതൊക്കെ സ്വാഭാവികം തന്നെ. പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു സ്പേസും എന്താ പറയാ ഒരു ഐക്യവും പുറത്തെടുക്കാനുള്ള ഒരു സ്പേസ് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനും കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പല സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ടീമിന്റെ എതിരെയും ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ഐക്യവും കൂടെ ഉണ്ടെങ്കിലാണ് ആ ടീമിനെ ബീറ്റ് ചെയ്യാനുള്ള പറ്റുള്ളൂ. സോ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ടീം ആൻഡ് ദ ലീഗ് ദർ പ്ലേയിങ്. ഇപ്പോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണെങ്കിൽ അത് നമുക്ക് അധിക നേരം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഉള്ള ഒരു സാധ്യത ഇല്ല. അവിടെ പാസിംഗ് തന്നെ വഴിയുള്ളൂ, അല്ലെങ്കിൽ അത്രയും എക്സെപ്ഷണൽ ആയിട്ടുള്ള ഡ്രിബിളേഴ്സ് ആയിരിക്കണം. എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവം ഇങ്ങനെ അല്ലാണ്ട് നിലനിർത്തുന്നത് ഒരു ടീമാണ് ബ്രസീലിന്റെ നാഷണൽ ടീം. അവിടെ യങ് പ്ലേയേഴ്സ് വരുന്ന ഒരു വിധം അത്യാവശ്യം ഡ്രിബിൾ ചെയ്യാൻ കഴിവുള്ളൊരു പ്ലേയേഴ്സ് ആണ്. ഒരു ട്രഡീഷണൽ വേ ഓഫ് അറ്റാക്കിംഗ് ആണ് ഒരു അക്കാഡമി തൊട്ട് പഠിച്ചു വരുന്നത്. സോ ആളുടെ രീതിയിൽ ഇപ്പൊ നോക്കുമ്പോ ആൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്, ഡ്രിബിളിംഗും കൂടെ വേണം എന്നുള്ളൊരു രീതിയിൽ. നിങ്ങൾ രണ്ടുപേരും ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, പക്ഷെ ഞാൻ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് പറയാം. ഓക്കെ, 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് ഫുട്ബോളിൽ ഇൻവോൾവ് ആയിട്ടുള്ള മണി, ദ സ്റ്റേക്സ്,
വളരെ കൂടുതലാണ്. സോ നോർമലി ഇപ്പോഴുള്ള മാനേജേഴ്സിന് പ്രഷർ ഒരുപാട് കൂടുതലാണ് പണ്ടത്തെക്കാളും, ഇൻ എവറി ആംഗിൾ. ഇന്ന് സക്സസ് എന്നുള്ളത് വലിയൊരു ക്രൈറ്റീരിയയാണ്. ഒരു നല്ല പ്ലെയറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ജനറേഷൻ വെറും ഗോൾസും അസിസ്റ്റും വെച്ചിട്ടാണ് കൂടുതലും. ഇന്ന് തന്നെ ഇന്നത്തെ ഒരു ഫുട്ബോളിൽ, മോഡേൺ ഫുട്ബോളിൽ മേ ബി റൊണാൾഡീനോ അല്ലെങ്കിൽ സീക്കോ, അല്ലെങ്കിൽ ഈവൻ അതിന് മുമ്പ് പോവുകയാണെങ്കിൽ തന്നെ മേ ബി ക്രോയ്ഫ്, അല്ലെങ്കിൽ അവരെ പോലത്തെ പ്ലെയേഴ്സൊക്കെ ഇന്ന് കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇത്രയും റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. ഈവൻ അണ്ടർ റേറ്റഡ് ആയ പ്ലെയേഴ്സും, ഫോർ എക്സാമ്പിൾ സാന്റി കസോർല, അല്ലെങ്കിൽ എന്താ വേറൊരു പ്ലെയർ ഉണ്ടായിരുന്നു, തരേമി പോലത്തെ പ്ലെയേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊന്നും ഒരിക്കലും ഇന്ന് നീ പറഞ്ഞ പോലെ ആ ഒരു മാജിക് കാരണം ഉള്ള ഒരു റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. ഐ തിങ്ക് മെസ്സിക്ക് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെസ്സി കളിക്കാൻ തുടങ്ങിയ ആ സമയത്ത് അത് സ്റ്റിൽ ആ ഒരു നമ്പർ 10, ആ ഒരു ഡ്രിബ്ലിംഗ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് പ്ലേനെ ഒരുപാട് ആൾക്കാർ വാല്യൂ കൊടുത്തത്. ആൻഡ് പ്ലസ് മെസ്സിക്ക് അതിനോടൊപ്പം തന്നെ വളരെ സക്സസ്ഫുൾ ആയ ഒരു ബാർസലോണ ടീമിൻ്റെ ഒപ്പമാണ് കളിക്കാൻ തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് തന്നെ UCL ടൈറ്റിൽസ് ആണെങ്കിലും ആൻഡ് ടീമിൻ്റെ ക്വാളിറ്റി തന്നെ അടിപൊളിയായതുകൊണ്ട് മെസ്സിക്ക് ഒരുപാട് നല്ല സ്റ്റാറ്റ്സും കിട്ടുമായിരുന്നു. സെയിം നെയ്മാറിൻ്റെ ഒരു കരിയർ ഗ്രാഫ് എടുത്താലും ഐ തിങ്ക് അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ ഫുട്ബോളിൽ ഐ തിങ്ക് മോർ ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടു യുവർ ഇൻഡിവിജ്വൽ ഗോൾ സ്കോറിങ് അല്ലെങ്കിൽ ഗോൾ ഇൻവോൾവ്മെന്റ് അബിലിറ്റി, അല്ലെ? ഏത് സ്റ്റാറ്റ്സ് പേജോ ഏത് കമ്പാരിസൺ എടുത്ത് നോക്കിയാലും ആദ്യം കമ്പയർ ചെയ്യുന്ന ഗോളും അസിസ്റ്റും വെച്ച രണ്ട് പ്ലേയേഴ്സ്, എസ്പെഷ്യലി ഫോർവേഡ്സും മിഡ്ഫീൽഡേഴ്സും, അല്ലേ? ലൈക്ക് ഞാൻ വളരെ റെയർ ആയിട്ടാണ് ഞാനൊരു രണ്ട് ലൈക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഈ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ മണിയുടെ കാര്യം ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് പാസിംഗ് ഗെയിം എടുക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ മാനേജേഴ്സ് ഇപ്പോൾ ഈ ജനറേഷനിൽ പെപ് ഗാർഡിയോള. പെപ് ഗാർഡിയോളയുടെ പണ്ടത്തെ ടീമാണെങ്കിലും ഇപ്പോഴത്തെ ടീമാണെങ്കിലും ഏത് ടീമാണ്, നീ പറഞ്ഞ മെസ്സി കളിച്ച ടീം തന്നെ എടുത്തു നോക്കിയാലും ബാർസലോണ ടീം അവരുടെ പ്രൈമിൽ പ്യുവർലി പാസിംഗ് ഗെയിം കാരണം, ലൈക്ക് അവരുടെ മോഡൽ, അവരുടെ ആ ഗെയിമിന്റെ മൊത്തം സ്ട്രാറ്റജി തന്നെ പാസിംഗ് ഇൻവോൾവ് ആയിരുന്നു. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി പൊസഷൻ ബേസ്ഡ് ആൻഡ് ഹി സ്റ്റിൽ ഈസ് എ വെരി പൊസഷൻ ബേസ്ഡ് മാനേജർ ആൻഡ് വെരി ഡിഫെൻസീവ് മാനേജർ. ലൈക്ക് ഡിഫെൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മാനേജറാണ് പെപ്പ്, അല്ലേ? അയാളുടെ ഏത് ബയൺ സ്ക്വാഡ് ആണെങ്കിലും ഇപ്പോഴുള്ള മാൻസിറ്റി സ്ക്വാഡ് ആണെങ്കിലും ഏത് സ്ക്വാഡ് എടുത്ത് നോക്കിയാലും അത് നമുക്ക് വ്യക്തമാണ്. ആ ഒരു ടീമിൽ മെസ്സിക്ക് അതുപോലെ പാസ് ഇട്ട് കൊടുക്കാനും ബോൾ മെസ്സിയുടെ കയ്യിൽ നിന്ന് പോയാലും, കാരണം മെസ്സിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ബോൾ പോകുന്ന ടൈപ്പ് പ്ലെയർ, കാരണം ഹീസ് എ ഹൈ റിസ്ക് ഹൈ റിവാർഡ് ടൈപ്പ് ഓഫ് പ്ലെയർ, അല്ലേ? ഹീ ലൈക്സ് ടു ആ ഒരു പൊസിഷനിൽ അങ്ങനെ എത്തുമ്പോൾ അങ്ങനെ ഡ്രിബിൾ ചെയ്തിട്ട് 2-3 പ്ലേയേഴ്സിനെ ഡ്രിബിൾ ചെയ്ത് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്തിട്ട് പ്യുവർലി അറ്റാക്കിംഗ് മോഡിലുള്ള ഒരു പ്ലെയർ. അല്ലാത്ത സമയം വളരെ പാസീവായ പ്ലെയറാണ് മെസ്സി, അല്ലേ? ഹി നെവർ എവർ ഇൻവോൾവ്സ് ഇൻ ദ ഗെയിം കംപ്ലീറ്റ്ലി ഇൻ ടേംസ് ഓഫ് വർക്ക് റേറ്റ് ഓർ ഗെറ്റിംഗ് ബാക്ക് ദ പൊസിഷൻ. സോ അതൊക്കെ ബാക്കിയുള്ള ടീംമേറ്റ്സ് ആ പണി എടുത്തത് കൊണ്ടാണ് ഹി ഈസ് ഏബിൾ ടു ഡു ദിസ്. അല്ലെങ്കിൽ എല്ലാ ടീമിലും ഒരു പ്ലെയർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള പ്ലേയേഴ്സ് അതേപോലെ അവന് പാസ് ഇട്ട് കൊടുക്കാനും ബോൾ കയ്യിൽ നിന്ന് പോയാൽ റിക്കവർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ടാണ് പറ്റുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ മെസ്സിനി നെയ്മാറിനെയും പോലത്തെ ടോപ്പായിട്ടുള്ള പ്ലേയേഴ്സിനെ ഒരിക്കലും കമ്പയർ ചെയ്തിട്ട് ഇപ്പോഴത്തെ ജനറേഷനെ കമ്പയർ ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമാണ്. കാരണം നോട്ട് എവറിബഡി ക്യാൻ ഡു ലൈക്ക് ദാറ്റ് ഈവൻ ഇഫ് ദേ ഹാവ് ദ ടാലൻറ്റ് ടു ഡു ഇറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ പ്ലേയേഴ്സിലും എനിക്ക് ആ ഒരു ടാലന്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പൊ കുറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിക്കോസ് ഐ സി ലാമിൻ യമാൽ പ്ലേയിങ്. ബാർസലോണയുടെ കഴിഞ്ഞ മാച്ച് തന്നെ എടുത്തു നോക്കിയാൽ മതി. ചെക്കൻ എന്താ കളി, എന്താ ഡ്രിബിളിങ്ങും പ്ലേ മേക്കിങ്ങും. അതിൽ വേറെ ഒരു പ്ലെയറും അടിപൊളിയായി കളിക്കുന്നില്ല. ഗുണ്ടോഗാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, നന്നായി കളിക്കുന്നുണ്ട്, അങ്ങനെയല്ല. ബട്ട് കമ്പാരിറ്റീവ്ലി ബാക്കി ടീമൊക്കെ ഒരു വലിയ ലെറ്റ് ഡൗൺ ആണ്. ബട്ട് ഹീ സ്റ്റിൽ ഷൈനിങ് ത്രൂ ഹിസ് ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. സോ ബട്ട് അങ്ങനത്തെ ഒരു ടീമിന് കൺസിസ്റ്റന്റ് ആയി സക്സസ്ഫുൾ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. പെപ്പിനെ പോലത്തെ ഒരു ടീം ഒരു സിസ്റ്റത്തിനും
അയാൾ ഇംപ്ലിമെന്റ് ചെയ്ത് ഇത്രയും വർഷമായിട്ട് ഹീ ഈസ് സക്സസ്ഫുൾ അല്ലേ? സോ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് അതിലൊരു തെറ്റ് തോന്നുന്നില്ല. ആൻഡ് football, if you take the history of football, there has been always a transition in terms of tactics. ലൈക്ക് ഒരു ടൈം പോപ്പുലർ ആയ ടാക്ടിക്സിനെ കൗണ്ടർ ചെയ്യുന്ന ടാക്ടിക്സ് വന്നതോടെ അത് നിന്നു. ആ അതെ അത് നിന്നിട്ട് അപ്പോഴേക്കും വേറൊരു ഇതിലേക്ക് പോയി. പണ്ട് അതാണ് ഞാനും പറഞ്ഞത്. ഇപ്പം സ്പെയിനിന്റെ ടാക്ടിക്സ് ഉണ്ടായിരുന്നു ടിക്കിട്ടാക്ക, അതിന് കൗണ്ടർ ആയിട്ട് ഇത് വന്നു, അപ്പൊ അത് പോയി. കംപ്ലീറ്റ്ലി പാസിംഗ് ആയിരുന്നല്ലോ ടിക്കിട്ടാക്ക, മീൻസ് പ്യുവർലി അങ്ങനെ കൂടുതൽ പാസിംഗ് പക്ഷെ ആയിരുന്നു ഡ്രിബിളിങ്ങിനെ കാട്ടുമ്പോൾ. നമ്മൾ പറഞ്ഞത് നീ പറഞ്ഞ പോലെ തന്നെ ഓവർ ദി ഇയേഴ്സ് ഫുട്ബോൾ ടാക്ടിക്സ് ഹാസ് ബീൻ ചേഞ്ചിങ്. സോ മാനേജർ നോക്കുമ്പോൾ അവിടെ വിന്നിംഗ് ആണ് വേണ്ടത്. അവിടെ എന്ത് സ്ട്രാറ്റജി ആണെങ്കിലോ എന്ത് അനാലിസിസ് ആണെങ്കിലോ അതൊക്കെ നടത്തട്ടെ. പക്ഷെ ആകെ ഒരു കാര്യം സ്കലോണി പറഞ്ഞത് എനിക്ക് ചോദിക്കാൻ പറ്റുന്നത്, ഈ അക്കാഡമിയിൽ വരുമ്പോ ഒരു അതെ. പ്ലെയറിനെ അതാണ് ഞാൻ പറഞ്ഞത്, ഡ്രിബിൾ ചെയ്യാൻ അക്കാഡമിയിൽ. അങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ എങ്കിൽ അതിനോട് മാത്രം എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം അതെ. ഇപ്പൊ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിബിളറിനെ കണ്ടെത്തുന്നതും ഒരു എന്താ പറയാ അക്കാഡമിയുടെ അല്ലെങ്കിൽ മാനേജറിന്റെ ജോലിയാണ്. സോ അങ്ങനെയുള്ള പ്ലേയേഴ്സിന് ആ സ്പേസ് കൊടുക്കാനും പറ്റണം ആ ഒരു ടീമില്. ബാക്കിയുള്ള സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കളികളിലോ എന്താ പറയാ പാസിങ്ങോ പൊസിഷനോ ഡിഫെൻസീവ് ആയിട്ടോ എങ്ങനെയാണെങ്കിലും സ്ട്രാറ്റജി ആ മാനേജറിന്റെ ഇഷ്ടത്തിന് മാറ്റാം അല്ലെങ്കിൽ എന്താണെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാം. ഡ്രിബ്ലിംഗ് ഓൾസോ ഈസ് എ പാർട്ട് ഓഫ് ഫുട്ബോൾ. സോ അതിനും സ്പേസ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പെപ്പിന്റെ ബാഴ്സലോണയിലാണെങ്കിലും ഡ്രിബിൾ ചെയ്യാനുള്ള കുറെ ഇതുണ്ട്. അതിന് പറ്റിയ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു, അതിന് പറ്റിയ എന്താ പറയാ അതിന് പറ്റിയ ടാക്ടിക്സ് തന്നെയായിരുന്നു അതും, പാസിംഗ് ആണെങ്കിൽ കൂടി. സോ അതും ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ഇവിടെ. അതാണ് ഞാനും പറഞ്ഞത്. അതായത് ഒരു ടീം കംപ്ലീറ്റ്ലി പാസിംഗ് എന്നുള്ളതിനല്ലാണ്ട് ഒരു മിക്സപ്പ് എന്നുള്ള രീതിയിൽ, അതായത് ഓപ്ഷണലായിട്ട്. കാരണം എപ്പോഴും പാസിംഗ് വർക്ക് ആവണമെന്നില്ലല്ലോ. അല്ല, അത് ഇപ്പോഴും റെലവെന്റ് ആണ്. ഇപ്പോഴും പെപ് ഗാർഡിയോള ഡോക്കുവിനെ പോലുള്ള പ്ലെയറിനെ കളിപ്പിക്കുന്നുണ്ട്, ഫോർഡിനെ പോലെയുള്ള പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്നുണ്ട്, ജൂലിയൻ ആർവിലസ് നന്നായി ഡ്രിബിൾ ചെയ്യുന്നുണ്ട്. ബട്ട് യു ഓൾസോ നീഡ് എ ഗോൾ സ്കോറർ. ലൈക്ക് അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു ടീമിന് ബാലൻസ് ആണ്. റോഡ്രി അപ്പുറത്ത് ബാക്കിൽ ഉള്ളതുകൊണ്ടാണ് ഇവന്മാര് സുഖമായി ഷൈൻ ചെയ്യുന്നത്. കാരണം ഒരു ഹൈ റിസ്കില് പൊസഷൻ പോയി ട്രാൻസിഷൻ മൊമെന്റ് വന്ന റോഡ്രി തളങ്ങും, റോഡ്രി ബോൾ റിക്കവർ ചെയ്ത് തരും. അല്ലെങ്കിൽ റൂബൻ ഡിയാസും വോക്കറും ഒക്കെ ഉള്ള ടീമാണ്. അതുകൊണ്ടാണ് ആ ബലത്തിൽ ഇവര് കളിക്കുന്ന മുമ്പിൽ. അപ്പൊ ആ ഒരു ബാലൻസ് വേണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ എടുക്കുമ്പോ റിക്കവർ ചെയ്യാനുള്ളത് അതൊക്കെ. പക്ഷെ ഒരു സിറ്റുവേഷൻ വരില്ലേ, ഡ്രിബിൾ ചെയ്താലാണ് നമുക്ക് അവിടെ ബോള് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോ അവിടെയും ഒരു പ്ലെയർക്ക് എടുക്കാൻ പറ്റണം. സോ അവിടെ ഒരു പാസിംഗ് ഓപ്ഷനോ അല്ലെങ്കിൽ മൈനസ് പാസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ ഡ്രിബിൾ മാത്രമാണ് ഓപ്ഷൻ എങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സും കൂടെ ആ ടീമിൽ വേണം. അങ്ങനെയുള്ള ഒരു പ്ലേയേഴ്സിന്റെ നമ്പർ കുറയുന്നാണ് ആള് പറയണത്. ഏറ്റവും വലിയൊരു ട്രെൻഡ് എനിക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് വിങ്ങേഴ്സ് ആയിരുന്നു തിളങ്ങുന്നുണ്ടായിരുന്നു. വിങ്ങേഴ്സിനായിരുന്നു ഏറ്റവും ഒരു ഹോട്ട് ഒരു സ്പോട്ട് ലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. വിങ്ങേഴ്സ് അല്ലെങ്കിൽ നമ്പർ 10, ഈ രണ്ട് പൊസിഷനായിരുന്നു എപ്പോഴും ഭയങ്കര സ്റ്റാർസ്. സോ കാരണം അവര് ഈ പറഞ്ഞ പോലെ ഡ്രിബ്ലിങ്ങിനോട് അട്രാക്റ്റ് ആയിട്ട് അത് കണ്ട് രസിച്ച് വരുന്ന ഫാൻസ് ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ അവരായിരുന്നു താരങ്ങൾ. ബട്ട് അന്ന് ഡിഫൻഡേഴ്സിനും എസ്പെഷ്യലി ഫുൾ ബാക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലേയേഴ്സിനൊന്നും ഒരു സ്പോട്ട് ലൈറ്റ് കിട്ടുമായിരുന്നില്ല. ആൻഡ് ഈവൻ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സ് ആണെങ്കിലും ദേ ആർ ലൈക്ക് ലെസ് ഫ്ലാഷി. അവർക്കൊരു സൂപ്പർ സ്റ്റാർഡം ഒരു ഇതിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് കുറവായിരുന്നു. ബട്ട് ഇന്നത്തെ ഗെയിം നോക്കിയാൽ നമ്മുടെ ഫുൾ ബാക്സ് എടുത്ത് നോക്ക്, എല്ലാവരും അടിപൊളി സ്റ്റാർസ് ആണ്, ടോപ്പ് ടീംസിന്റെ ഫുൾ ബാക്സ്. കാരണം ഇൻവേർട്ടഡ് ഫുൾ ബാക്സ് അല്ലെങ്കിൽ ഫുൾ ബാക്ക് അറ്റാക്ക് ചെയ്ത് ബോക്സിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ഇത്, വിങ്ങേഴ്സ് വൈഡായി പോകുന്ന ഒരു ടാക്ടിക്സ് കാരണം ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ഫുൾ ബാക്സ് ആർ ലൈക്ക് ഗെറ്റിംഗ് ദ സ്പോട്ട് ലൈറ്റ്. ആൻഡ് അതെന്റെ അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമാണ്. ഫുട്ബോളിൽ ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ എപ്പോഴും അങ്ങനത്തെ ഒരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അല്ല, യാമൻ ഇപ്പൊ റൈറ്റ് വിങ്ങർ ആണ് ശരിക്ക്. ബട്ട് അതെ, തുടങ്ങിയത് അങ്ങനെയാണ്. സാക്കയും തുടങ്ങിയത് റൈറ്റ് ബാക്ക് ആയിട്ടായിരുന്നു. ബട്ട് അത് മാത്രമല്ല, ഇപ്പൊ ട്രഡീഷണൽ ലൈക്ക് ഇപ്പൊ ടീമിൽ ഫുൾ ബാക്കായി കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെ. ഫോർ എക്സാമ്പിൾ
ആർസണൽ എടുത്ത സിൻചെങ്കോ ആണെങ്കിലും, ലിവർപൂൾ എടുത്ത ട്രെന്റ് റോബർട്ട്സൺ, മാൻ സിറ്റി എടുത്താൽ ഇപ്പോൾ ഗാർഡിയോൾ കളിക്കുന്ന ടൈപ്പ് ഇത് ആക്കിയോ ഗാർഡിയോളോ ലൈക്ക് കേറി കളിക്കണ്ടല്ലോ ഉള്ളിലേക്ക്. വോക്കറും ഇപ്പൊ റൈറ്റിലേക്ക് കേറിയിട്ടാ കളിക്കുന്നത്. ഒരുവിധം എല്ലാ ടോപ്പ് ടീം, ബയർ ലെവർക്യൂസൻ വെരി ബിഗ് എക്സാമ്പിൾ. മോഡേൺ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അവരാണ്. ദേ ആർ ഫുള്ളി അറ്റാക്കിംഗ് മൈൻഡഡ് ഫുൾ ബാക്സ്, ബോത്ത് ഫ്രിംപോങ് ആൻഡ് ഗ്രിമാൽഡോ ആൻഡ് അൽഫോൺസോ ഡേവിസ്. ഹീസ് എ വെരി ഗുഡ് ഡ്രിബ്ലർ ആൻഡ് ഹീസ് എ ഫുൾ ബാക്ക്, ലെഫ്റ്റ് ബാക്ക് ആണ്. ഹക്കിമി ആണെങ്കിലും, ഹക്കിമി ഇപ്പൊ നന്നായി കളിക്കുന്നില്ലെങ്കിലും ബട്ട് ഹീ ഈസ് ഓൾസോ മെയ്ഡ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ റോൾ. സോ ആ ഒരു റോളിന് ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഇത് ഐ തിങ്ക് ഈ മോഡേൺ ഫുട്ബോൾ കാരണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് നല്ല കാര്യമാണ്. ആ ഒരു ടാക്ടിക് എവല്യൂഷൻ, ആ ഒരു ടാക്ടിക്സിന്റെ ചേഞ്ച് വരുന്തോറും ഓരോ പൊസിഷനായിരിക്കും ഇമ്പോർട്ടൻസ് കൂടുന്നത്. ആൻഡ് ഐ തിങ്ക് ഇപ്പൊ ഏറ്റവും ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള പൊസിഷൻസ് CDM ഓർ ഇങ്ങനത്തെ ഫുൾ ബാക്സ് ആണ് ഏറ്റവും. കാരണം അവരാണ് ഏറ്റവും കീ പ്ലേയേഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത് പല ടീംസിലും. CDM ഒബ്വിയസ്ലി ഇപ്പൊ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. CDMന്റെ റോള് അധിക ടീമും ഫേസ് ചെയ്യുന്ന പ്രശ്നവും CDMനാണ്. അതാണ് ഇപ്പൊ നല്ല പിന്നെ CDM പേഴ്സണലി കുറവാ. കാണാൻ അതെ, അതാണ് അങ്ങനത്തെ പ്ലേയേഴ്സ് ഇല്ലല്ലോ ഇപ്പൊ, വളരെ കുറവല്ലേ. ലൈക്ക് എനിക്ക് സങ്കടമായി. കാൻഡി ഒക്കെ ഇത്രയും ഈ പ്രായത്തിൽ തന്നെ പെട്ടെന്ന് സൗദിയിലേക്ക് പോയപ്പോ എനിക്ക് നല്ല സങ്കടമായിരുന്നു. ബിക്കോസ് അങ്ങനത്തെ ഒരു പ്ലെയറിനെ കിട്ടാന് ഇനി എത്ര 2-3 സീസൺ കാലം കൊണ്ട് വെയിറ്റ് നന്നായിട്ട് ചെയ്യണം. തിളങ്ങായിരുന്നു ശരിക്കും. ബട്ട് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഐ ഡോണ്ട് തിങ്ക് മാജിക് ഒരിക്കലും ഫുട്ബോളിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മൂസിയാല, യമാൽ, ഞങ്ങളുടെ റിയൽ മാഡ്രിഡിന്റെ സ്ക്വാഡ് എടുത്ത് നോക്കടാ, എല്ലാവരും മാജിക് ആണ്. എല്ലാ ഞങ്ങളുടെ ഫോർവേഡ്സും വളരെ മാജിക്കലായ പ്ലേയേഴ്സ് എക്സെപ്റ്റ് ഫോർ ഹൊസേലു. ബട്ട് ഹൊസേലു ഇസ് മെന്റ് ഫോർ എ ഡിഫറെന്റ് റോൾ. ഹീസ് എ പ്യുവർ സ്ട്രൈക്കർ ആൻഡ് ടാർഗറ്റ് മാൻ. സോ അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. മാജിക് എപ്പോഴും ഫുട്ബോളിലുണ്ട്, അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ബട്ട് ഇറ്റ് ടേക്സ് ടൈം ടു അതന്നെ ടാക്ടിക്സിനനുസരിച്ച് അവരുടെ റോളിനനുസരിച്ച് പലതും മാറും. ബട്ട് എനിക്ക് ഒരിക്കലും അത് നഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയട്ടെ, എൻ്റെ പേഴ്സണൽ ടേക്ക് പറയാം. എനിക്ക് ഒരു പ്ലെയർ 5 പേരെ ഡ്രിബിൾ ചെയ്ത് അടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ 40 യാർഡോ 35 യാർഡെന്ന് ഇവരാരും ഡ്രിബിൾ ചെയ്യാണ്ട് ദൂരത്തുനിന്ന് അടിച്ച് കയറ്റുകയാണെങ്കിലും, ഡെബ്രൂയിനെ ഇടുന്ന പോലെ ത്രെഡഡ് ആയിട്ടുള്ള അടിപൊളി പാസ് ആണെങ്കിലും, ഗോൾ കീപ്പർ ഇപ്പോൾ ഡെഹയോ അല്ലെങ്കിൽ പീറ്റർ ചെക്കൊക്കെ പോലെയുള്ള പ്ലേയേഴ്സ് നമ്മൾ ചിന്തിക്കാത്ത മാതിരിയുള്ള സേവ്സ് ചെയ്യുമ്പോഴും, ന്യൂവർ വന്നിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോഴും, അടിപൊളിയായ ഒരു സ്ലൈഡ് ടാക്കിൾ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഗോൾ ക്ലിയറൻസ് ചെയ്യുന്ന ഒരു ഡിഫൻഡർ കാണുമ്പോഴും ഒക്കെ ഞാൻ എക്സൈറ്റഡ് ആണ്. എനിക്ക് ഒരിക്കലും ഡ്രിബിളിങ് കാണുമ്പോൾ മാത്രമേ ആ എക്സൈറ്റ്മെന്റ് ഉള്ളൂ എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഐ ലവ് സ്കിൽസ്, ഐ ലവ് ഡ്രിബിളിങ്, ബട്ട് I don't think that is the only exciting part of football, especially passing. പാസ് ചെയ്തിട്ട് ഗോൾ അടിക്കുന്ന, ലൈക്ക് ലിറ്ററലി പെർഫെക്റ്റ് പാസ് ഇട്ട് മൊത്തം ടീം ഇൻവോൾവ് ആയിട്ട്, ലിവർപൂളിൻ്റെ ഒക്കെ അങ്ങനത്തെ പല അറ്റാക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അടിപൊളിയായിട്ട് പാസ് ചെയ്തിട്ട് ത്രെഡ് ചെയ്തിട്ട് മൊത്തം ഡിഫൻസിനെ പൊളിച്ചിട്ട് അവസാനം വെറും ഒരു ടാപ്പിൻ കൊണ്ട് മാത്രം ഫിനിഷ് ചെയ്യുന്ന ടൈപ്പ് ഗോൾ കാണാൻ അതിൻ്റെ ബ്യൂട്ടി തന്നെ വേറെയാണ്. ആൻഡ് അതിന് അങ്ങനത്തെ ഒരു പാസിങ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഗെയിം ഉണ്ടെങ്കിൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ആർസണലിന്റെ ജിറൂഡുള്ള ടൈമിലുള്ള, ഓസിലും ജിറൂഡൊക്കെ ഉള്ള ടൈമിലുള്ള ഗോൾസ് ഒക്കെ എടുത്ത് നോക്കിയാൽ വേറെ ലെവൽ സാധനമാണ്. ഞാൻ ആക്ച്വലി ഫുട്ബോൾ ഫാൻ ആയത് തന്നെ സ്പെയിനിന്റെ ഫാനായിട്ടാണ്. എനിക്ക് സ്പെയിൻ നാഷണൽ ടീമിൽ കളിക്കുന്ന ഇഷ്ടമായിട്ടാണ് ഞാൻ ഫാൻ. സോ ഐ ലവ് ദാറ്റ് കൈൻഡ് ഓഫ് ഫുട്ബോൾ, ഈവൻ ദോ ജനറലി മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ബോറിംഗ്, ബട്ട് ഇറ്റ് വാസ് ഓൺ ആൻ അനദർ ലെവൽ. ആൻഡ് അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വേറെയാണ്. ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ദ മെജോറിറ്റി ഓഫ് ദ ഫുട്ബോൾ കമ്മ്യൂണിറ്റി. ലൈക്ക് അവർക്ക് മേ ബി ഇഷ്ടം കൂടുതലും അങ്ങനെ ഒരു ഫ്ലാഷി ഡ്രിബിളിങ്, ഇപ്പോൾ പണ്ട് റൊണാൾഡോ ഒക്കെ ചെയ്തിരുന്ന പോലെ, അല്ലെങ്കിൽ മെസ്സി ചെയ്തിരുന്ന പോലെ, അല്ലെങ്കിൽ നെയ്മാറൊക്കെ ചെയ്തിരുന്ന പോലെ ഒരു ഗെയിമിനോട്ടാണ് ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലാവും. ബട്ട് ഞാൻ കൗണ്ടർ ആർഗ്യുമെന്റ് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് മറ്റേ സൈഡിൽ നിന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതാ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഫുട്ബോളിൻ എസെൻസ് എന്താന്ന് വെച്ചാൽ 2 ടീംസിൽ 11 പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു ഗെയിമാണ്. മനസ്സിലായോ? അതിൽ മണിയുടെ ഒരു ഇൻവോൾവ്മെന്റ് വന്നപ്പോൾ ആണ് ലൈക്ക് ഒരു ടീമിന് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്ക് ആ ടീമിനെ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നത്.
അവിടെ നിന്നാണ് ഈ പലവിധമായ ടാക്ടിക്സുകളും വിന്നിങ്ങിന് വേണ്ടി ചെയ്യുന്ന കുറെ ഇതുമായിട്ട് എനിക്ക് തോന്നുന്നു. ഫുട്ബോളിന്റെ എസൻസ് ഉം. ഒരു ഗെയിമാണ്, അത് മനസ്സിലാക്കി കളിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് അതിൽ പറയാനുള്ളൂ. എനിക്ക് ഏറ്റവും വളരെ വലിയ ഡൗൺഫോൾ തോന്നിയിട്ടുള്ളത് എന്താണെന്ന് അറിയോ ഇപ്പോഴത്തെ പ്ലേസിൽ? ഈവൻ ഇപ്പോഴും നല്ല അടിപൊളി ഡ്രിബിളേഴ്സ് ഉണ്ടെങ്കിലും നല്ല ഫ്രീ കിക്ക് ടേക്കേഴ്സ് ഇല്ലല്ലോ. നല്ല അടിപൊളി അതാണ് ലോങ് ഷോട്ട് അടിക്കുന്ന ഫ്രീ പ്ലേയേഴ്സ് ടേക്കേഴ്സ് കുറഞ്ഞ പോലെ മാത്രമല്ല തോന്നും. ലോങ് റേഞ്ച് പണ്ടൊക്കെ ഷോട്ടേഴ്സും കുറവാ. അതാണ് പണ്ട് മോനെ എങ്ങനത്തെ എമ്മാരി ഗോളൊക്കെ ഞാൻ വേറൊരു കാര്യം അടിച്ചിരുന്നു ചോദിച്ചോട്ടെ ഓർമ്മയുണ്ടോ? ഗുലാനെ, ആ പറ. റൊണാൾഡീനോനെ പോലെ മെസ്സിനെ പോലെ ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ടോ? ഉണ്ടല്ലോ, എത്ര ഉണ്ട്? എവിടെ? അതാണ് ഞാനിപ്പോ ഇല്ല. കുറച്ചു മുമ്പ് പറഞ്ഞത്. ലാമിൻ യമാൽ, ജമാൽ റൊണാൾഡീനോന്റെ മൂസിയാല. മെസ്സിനെയൊക്കെ പോലെ ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ടോ? എടാ, ബ്രസീലില് നമ്മൾ ഇപ്പോഴും ഇതുവരെ കാണാത്ത ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് ടാലന്റ് ഉള്ള കൺട്രിയാണത്. നമുക്ക് തന്നെ അറിയില്ല എങ്ങനത്തെ പ്ലേയേഴ്സ് ആണ് അവിടെ ഉള്ളതെന്ന്. മനസ്സിലായോ? പക്ഷെ കാര്യം എന്താ വെച്ചാൽ ആരെങ്കിലും ബ്രസീലിന്റെ ഇത് പക്ഷെ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് നീ ഇപ്പോഴത്തെ ഞാനൊരു ബ്രസീലിന് കാര്യം pace ഉണ്ടാവില്ല. ബ്രസീലിലെ ടോപ്പ് ടാലന്റ്സ് ആയിട്ടുള്ള വിനീഷ്യസ് ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും അവരുടെ വിനീഷ്യസ് ഡ്രിബ്ലിംഗ് സ്കിൽ എടുത്ത് നോക്ക് ആൻഡ് കമ്പയർ ഇറ്റ് ടു റൊണാൾഡീനോ or someone like Messi. നെയ്മർ. Not even എടാ, close. റൊണാൾഡീനിയോ വൺസ് ഇൻ എ എടാ, റൊണാൾഡീനിയോ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ദാറ്റ് വി ഹാവ് എവർ സീൻ ഇൻ ഹിസ് പ്രൈം. അങ്ങനത്തെ ലൈക്ക് റൊണാൾഡീനിയോന്റെ ലെവലില് കളിച്ചിരുന്ന ഒറ്റ പ്ലെയർ ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ. എടാ അതിന് ആ മുമ്പ് ആ ഒരു പക്ഷെ സീസണിൽ അതേപോലെ അതങ്ങനെ ഡ്രിബിൾ ചെയ്യുന്ന ഇഷ്ടംപോലെ പ്ലേയേഴ്സിനെ നമുക്ക് പറയാൻ പറ്റും. റൊണാൾഡോ, R9, ഞാൻ അതല്ല പറയുന്നത്. അവനെ Like, എഡ്രിയാനോ. അങ്ങനെ വരാലോ ഇനിയും. ഇപ്പോഴും ആ ടാലന്റ് ഉണ്ടെന്നാ ഞാൻ പറയുന്നത്. ടാലന്റ് പോയിട്ടില്ല, ബട്ട് അങ്ങനത്തെ പ്ലേയേഴ്സ് വരാൻ ടൈം എടുക്കും. ടാലന്റിന്റെ അതാണ് ആയിട്ടല്ല. ഇവർക്ക് സ്പേസ് സംഭവം കിട്ടാത്തോണ്ടല്ല, എന്താ അതാണ് ഞാൻ വെച്ചാല് പറഞ്ഞത്. ഇപ്പൊ അങ്ങനത്തെ മറഡോണ വന്ന പ്ലേയേഴ്സിന് ശേഷം എത്ര കാലം കഴിഞ്ഞിട്ടാ മെസ്സി വന്ന്? എത്ര വർഷം എടുത്തു ആ ട്രാൻസിഷന്? അടുത്ത ഒരു അങ്ങനെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു അർജന്റീനിയൻ ലെജൻഡ് ഉണ്ടാവാൻ. സെയിം ഗോസ് ഫോർ എവറിത്തിങ്. റൊണാൾഡോന്റെ അപ്പൊ റൊണാൾഡീനിയോന്റെ സമയത്ത് മറ്റേ റൊണാൾഡോ ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രിബിളിംഗ് ഇല്ലെങ്കിലും ഏഹ്, ഏകദേശം എടാ റൊണാൾഡീനോയുടെ സമയത്ത് ലെവലിലെ റൊണാൾഡോ പ്ലെയർ മാത്രല്ലടാ, തന്നെയായിരുന്നു. റൊണാൾഡോ ഡ്രിബിളിങ്ങിന് എന്താ കുഴപ്പം? റൊണാൾഡോക്ക് എത്ര പേരെ കട്ട് ചെയ്തിട്ടാ പോവാ? ഞാൻ പറഞ്ഞ R9. ബ്രസീലത്തെ അതുപോലെ തന്നെ മറ്റേ ഇന്റർ മിലാനിൽ കളിക്കുമ്പോ അഡ്രിയാനോ. ആ അതാണ് സംഭവം. ആള് ഇപ്പോഴും പറഞ്ഞത് ഉണ്ടല്ലോ എനിക്ക് അങ്ങനത്തെ പ്ലേയേഴ്സ്. അതാണ് ആൾക്കൂടി ഞാൻ പറയുന്നത്. യോജിക്കുന്നത്. എടാ പക്ഷെ ഉണ്ടെന്ന് ഉണ്ട്. പക്ഷെ അതിന്റെ എനിക്ക് തോന്നുന്നു നീ കമ്പയർ ചെയ്താല് എനിക്ക് തോന്നുന്നു നോട്ട് ഈവൻ ക്ലോസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണ്, ബട്ട് അങ്ങനത്തെ ഒരു പ്ലെയർ വൺസ് ഇൻ എ ജനറേഷൻ ആടാ. ഐ മീൻ അല്ല, അത് ഒരു അത്രയും പ്ലെയറിനല്ല റെയർ ആയ ഒരു ആ ഒരു ഇൻസ്റ്റൻസ് ആണ്. ജനറേഷനിൽ അങ്ങനത്തെ കുറെ പ്ലെയേഴ്സ് ഉണ്ടാവുന്നതാണ് ഞാൻ ഞാൻ പറഞ്ഞത്. ഒരു പ്ലെയറിലേക്കല്ല ചുരുക്കണത്. ഞാൻ പറഞ്ഞ ഇപ്പൊ ആ ബ്രസീലിന്റെ ഒരു ഗോൾഡൻ ജനറേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഫോർവേഡ് ലൈൻ നോക്കി കഴിഞ്ഞാൽ ക്വാളിറ്റി ഡ്രിബ്ലേഴ്സ് എല്ലാരും അല്ലേ? സോ സംഭവം അത് ബ്രസീലിന്റെ ആ ഒരു ടൈമില് അങ്ങനെ പറയാം. ബട്ട് ആ ഒരു ലെവലിലേക്ക് പിന്നെ ഒരു ബ്രസീൽ ജനറേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് നെയ്മറിന്റെ കഴിഞ്ഞതിന് ശേഷം. ഞാൻ പറയുകയാണെങ്കിൽ അത് എന്തായാലും ഇനി വരും, ഉറപ്പായിട്ടും വരും. ഐ ഡോണ്ട് തിങ്ക് അതൊരിക്കലും hopefully. പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അല്ല വരുമായിരിക്കും, ബട്ട് അതന്നെ ഞാനും പറഞ്ഞത്, വരുമായിരിക്കും. ബട്ട് അൺടിൽ ദെൻ അതായത് കംപ്ലീറ്റ്ലി ഒരു പാസിങ് അങ്ങനെ ആ ഒരു ഫുള്ള് ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് ഉണ്ടാകുമ്പോ ആ പ്ലേയേഴ്സിനുള്ള ആ ഒരു സ്പേസ് കിട്ടില്ല എന്നാണ് ഞാനും പറഞ്ഞത്. അപ്പൊ ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് വേറൊരു ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഉണ്ടാവും, ടാലന്റ് ഉണ്ടാവും, ബട്ട് അത് എക്സ്പോസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടി കിട്ടണ്ടേ. കംപ്ലീറ്റ്ലി കോച്ച് എപ്പോഴും പാസ് തന്നെ പറയുമ്പോൾ അതായത് ഒരു ഗെയിമിലും അങ്ങനെ തന്നെ പറയുമ്പോൾ പിന്നെ അവർക്ക് ആ സ്കില്ല് കംപ്ലീറ്റ്ലി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഒരിക്കലും ആ ഒരു ഫെയിം അല്ലെങ്കിൽ ആ ഒരു മാജിക് കാണിക്കാൻ പറ്റില്ല. അതായത് ബാക്കി ടേംസിൽ കാണിക്കാൻ പറ്റും, ബട്ട് ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ആ ഒരു പുതിയതായിട്ടുള്ള ഇത് കാണിക്കാൻ പറ്റില്ല. ചിലപ്പോൾ പാസിംഗിൽ കാണിക്കുമായിരിക്കും, ഡ്രിബിളിങ്ങിലൂടെ കാണിക്കാൻ പറ്റില്ല എന്നാണ് തായർ പറഞ്ഞത്. അങ്ങനെയല്ല. അത് തന്നെ അതിന്റെ മെയിൻ കാരണം ഞാൻ പറയട്ടെ. നിങ്ങൾ കാണുന്ന പ്രീമിയർ ലീഗിലുള്ള അല്ലെങ്കിൽ സീരിയ, ബുണ്ടസ് ലീഗ, UCL മാച്ചസിൽ മാത്രമുള്ള കോച്ചസിനെയാണ് കാണുന്നത്. ബട്ട് ഇൻ ബ്രസീലിയറ നിങ്ങൾ എടുത്ത് കളി കണ്ടു നോക്ക്. എന്ത് എക്സൈറ്റിംഗ് ഗെയിമാണ് നോക്ക്. എത്ര അടിപൊളി ഗെയിം അറിയോ. നേരത്തെ ഞാൻ പറഞ്ഞ ബ്രസീൽ നാഷണൽ അതാണ് ഞാൻ ടീമിൽ അവരുടെ DNA-ലാണ് അത് ഉള്ളത്. അവർക്ക് literally. അതെ അവർക്ക് കോച്ച് അങ്ങനെ ആ ഒരു ഇത് പറയുന്നില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അവര് ഒരിക്കലും അത് കുറച്ചുകൂടെ പോവില്ല എന്നാണ് എന്റെ ഒരു ഡ്രിബിളിംഗിന് അഭിപ്രായം. സ്പേസ് അവര് കൊടുക്കുന്ന അങ്ങനെ ഗെയിം തന്നെയാണ് പ്ലേ ആണ് അവര് വളർന്നു പ്രൊമോട്ട് വരുന്നത്. ചെയ്യണത്. അതുകൊണ്ടാണ് അങ്ങനത്തെ പ്ലേയേഴ്സ് ഉണ്ടായി വരുന്നത്.
ഇപ്പൊ അങ്ങനത്തെ പ്ലേയേഴ്സ് യൂറോപ്പിൽ ഉണ്ടെങ്കിൽ കൂടെ ഈ ഒരു ടീമിലേക്ക് കുറച്ചും കൂടെ ലെവൽ കൂടി വരുമ്പോ പ്രൊഫഷണൽ ഫുട്ബോളിൽ അവർക്ക് സ്പേസ് കിട്ടുന്നുണ്ടാവില്ല. കാരണം അങ്ങനത്തെ പ്ലേയേഴ്സിനല്ല ടീമിന് വേണ്ടത്. കാരണം ടോപ്പ് ഫുട്ബോളിൽ മണി ഒരു വലിയ ഫാക്ടറാണ്. എഫക്റ്റീവ് ആയിരിക്കണം പ്ലെയർ. റൊണാൾഡീനിയോ ഇത്ര മാജിക്കലായ പ്ലെയർ ആണെങ്കിലും ഇന്ന് റൊണാൾഡീനിയോ കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങേർക്ക് അന്ന് കിട്ടിയ ഒരു റെക്കഗ്നീഷൻ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അതാണ് ഫുട്ബോളിന്റെ ഏറ്റവും സങ്കടമായ കാര്യം. കാരണം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റാ. ഗോൾസ് അസിസ്റ്റ്, ഗെയിം വിൻ ചെയ്യണം, സക്സസ്ഫുൾ ആയിരിക്കണം. ലൈക്ക് കോച്ച് ഡിമാൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളും ടിക്ക് ചെയ്യണം. എന്നാലേ ആ പ്ലെയർ കളിക്കുള്ളൂ.